ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡായിട്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 2 ആണിത്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ സർവോ. ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ സീസൺ. ഓക്കെ ഓക്കെ, നേരെ പറഞ്ഞിട്ടാണ് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ശേഷം നമ്മൾ കുറേ നേരം ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിനി കോബിൾ സ്റ്റോണും കൂടി വേണം. അത് ഒപ്പിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി കോബിൾ സ്റ്റോണും കൂടി ഞാനൊന്ന് ഒപ്പിക്കട്ടെ. അപ്പോൾ കോബിൾ സ്റ്റോണും കൂടി ഒപ്പിച്ചിട്ട് എന്താ വരും ഗൈസ്. അങ്ങനെ നേരത്തെ എനിക്ക് ഓർമ്മ വന്നു, എനിക്കൊരു 3 അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നേരത്തെ അവിടെ നിന്ന് മെയിൻ ചെയ്ത്. നമുക്ക് ആദ്യത്തെ അയൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, നീറ്റായി മെയിൻ ചെയ്യാൻ നോക്കട്ടെ. പിൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കാം. നമുക്ക് സ്റ്റോണ് ഒരു 9 സ്റ്റാക്കിൻ്റെ അടുത്തെങ്കിലും സ്റ്റോൺ വേണ്ടി വരും. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്യട്ടെ. 2 minutes later. അങ്ങനെ അവിടെ അയൺ വിക്കാക്സിൻ്റെ അടുത്ത് തീരുമാനം, ഇനിയൊരു പുതിയ വിക്കാക്സ് ഉണ്ടാക്കണം. വിക്കാക്സ് ഉണ്ടാക്കാനൊരു സാധനമില്ല. കോപ്പർ ഉണ്ട്, ഇതൊന്ന് കൊണ്ട് സ്മെൽറ്റ് ചെയ്യട്ടെ. നമുക്ക് കോപ്പർ പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ വരുന്നത് ഗൈസ്, നമ്മുടെ കോപ്പർ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കൊണ്ടൊരു കോപ്പർ പിക്കാക്സ് ഉണ്ടാക്കിയാലോ. നൈറ്റാണ് ഗൈസ്. നമുക്കൊരു ബെഡ് വെച്ച് കിടന്നുറങ്ങാം. നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഓക്കെ, ബെഡ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോപ്പർ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അയൺ പിക്കാക്സിന് 4 അറ്റാക്ക്, കോപ്പർ പിക്കാക്സിന് 3 അറ്റാക്ക്. അയണിനെക്കാട്ട് കുറവാണ് കേട്ടോ കോപ്പർ. എന്നാലും ഗോൾഡിനെക്കാട്ട് മെച്ചാണ്. ഓക്കെ, അപ്പോൾ കോപ്പർ മൊത്തം എടുക്കാം. ആൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കാം. ഓക്കെ, ഇന്ന് തന്നെ കോപ്പർ ആർമറിൽ ഉണ്ടാക്കാനാവും നോക്കാം. ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്. ഓക്കെ, 4 സ്റ്റാക്ക് ഓഫ് ഇത് കിട്ടിയിട്ടുണ്ട്, കോബിൾ സ്റ്റോണ്. അപ്പോൾ ഇതൊന്നും പോരാ, ഇനിയും വേണം. നമ്മളിവിടെ വലിയൊരു കുഴിയാണ്ടോ, അവിടെ വലിയൊരു കുഴി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നമുക്ക് വേണ്ട 9 സ്റ്റാക്ക് ഒന്ന് ഒപ്പിക്കട്ടെ. വരാം ഗൈസ്. A few moments later. അങ്ങനെ നമ്മുടെ മൈൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പിക്കാക്സും പൊട്ടി. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാണ്ട് പറഞ്ഞ പോലെ തന്നെ കുറേ ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 കറക്റ്റ് 9 സ്റ്റാക്ക് തന്നെ ഉണ്ട്. 8.5 സ്റ്റാക്ക് 8.25 സ്റ്റാക്കാണുള്ളത്. അപ്പോൾ ഈ സ്ഥലമെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ ഇത്രയും പോരാന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇതൊരു ട്യൂട്ടോറിയലൊന്നും നോക്കിയല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട് വേണ്ടി സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. അപ്പോൾ സ്ഥലം മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഈ സ്ഥലം മൊത്തത്തിലൊന്ന് ക്ലിയർ ആക്കട്ടെ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ നിൽക്കുന്നില്ല. ഇതൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ കുറേ നേരം കുത്തിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതവിടെ ഫുള്ള് ക്ലിയർ ആക്കി എടുത്തിട്ട് നമ്മളെ ബേസ് വരാനുള്ള ആ ഒരു സ്ഥലം ഇനി നമ്മുടെ നല്ലൊരു അടിപൊളി സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഷിഫ്റ്റ് എനിക്ക് പിടിച്ചിട്ടാണുള്ളത്, അതുകൊണ്ടാണ് താഴ്പാത്തേ. ഓക്കെ,
അപ്പോൾ നമുക്കിനി നമ്മുടെ സ്റ്റാർട്ടർ ബേസ് തുടങ്ങിയാലോ. സ്റ്റാർട്ടർ ബേസ് അല്ല, നമ്മുടെ സ്റ്റാർട്ടിങ് എൻഡിങ് ബേസ്. ഓക്കെ, ഡ്രാഗനെ കൊല്ലുന്നതിൽ അതാണ് നമ്മുടെ ബേസ്. ഇതിൻ്റെ നമ്മളിവിടെ ഒരു ഇവിടെ ഒരു കുറിഞ്ഞിക്കാട് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അധികം വൈദക്കാതെ തന്നെ ഇവിടെ ഒരു കുറിഞ്ഞിക്കാട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വീടിൻ്റെ പണിയിലിട്ട് നേരെ പോരാം. ഇതിപ്പോൾ ഇൻവെൻട്രിയിൽ നിന്ന് നമുക്ക് ഓരോന്നോരോന്നായി അല്ല ജസ്റ്റ് ഓരോന്നോരോന്നായി എടുത്ത് തുടങ്ങാം. അപ്പോൾ ഇത് റീപ്ലൈ മോഡ് ചെയ്യാനാകത്തില്ല. അപ്പോൾ എന്നോട് ആരും ദേഷ്യപ്പെടുക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് നമുക്ക് തറക്കല്ല് കെട്ടാം. അത് നമ്മുടെ തറക്കല്ല് നമ്മുടെ വീടിൻ്റെ തറ കെട്ടിപ്പൊക്കാം. അതിൻ്റെ ഇവിടെ 1 2 3 4 4 മതി. ഇവിടെ നിന്ന് എത്ര ബ്ലോക്ക്? ഇത്ര ബ്ലോക്ക് വരെ പിക്കാക്സ് ഇല്ലേ? ഓ ഷിറ്റ്, എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഒരു പിക്കാക്സും ഇല്ല. അപ്പോൾ നമ്മൾ കളിക്കുന്ന കുന്നംകുളം സാൻ ആൻഡ്രിയാസ് അല്ല, അതുകൊണ്ട് തന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഇൻവെൻട്രി ക്ലീൻ ആക്കണം. അത് പിന്നെ ക്ലിയർ ആക്കാം. എൻ്റെ ഇതാണ് പിക്കാക്സ്. നമുക്കിനി പറ്റി നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണോ ഫ്രണ്ട് ഭാഗം വരേണ്ടത്? ഇവിടെയോ? ഗൈസ്, അങ്ങനെ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു അഭിപ്രായം തന്നിട്ടുണ്ട് ഒരാൾ. എല്ലാവരും പറയുന്നത് ഇവിടെയാണ് ഫ്രണ്ട് ഭാഗം ആക്കാനാണ് ഇങ്ങനെ കയറിച്ചെല്ലുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 1 2 3 4 ചെറിയൊരു ടൈം ലാപ്സ് കണ്ടിട്ടോ. നമ്മുടെ കൊട്ടാരം ബേസിൻ്റെ ചെറിയൊരു ഇത് നമുക്കിതിനൊക്കെ പരസ്പരം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. 5 minutes later. അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ ഔട്ടറും കാര്യങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ ഒരു രസമില്ല. നമുക്ക് ഇതിങ്ങനെ ഇതാക്കാം. ഇതിനൊന്ന് പറയായിരുന്നു, അതിൻ്റെ പേര് എന്നോട് പറഞ്ഞുപോയി. നമുക്ക് മുഴുവനായി ഇങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, എന്നാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഏതാണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി പരിപാടിയും കൂടി ചെയ്യണം. ഇനി ചുമരും കാര്യങ്ങളൊക്കെ മൊത്തം കെട്ടണം.
ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഈ വീട് മൊത്തത്തിലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് ബിൽഡ് ചെയ്യട്ടെ. ഓക്കെ, അത് നിങ്ങളെ കാണിക്കുന്ന വീട് ഓവർ ലെങ്തായതും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീട് നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? അടിപൊളിയാക്കില്ലേ? ചെറിയൊരു കാര്യം ഞാൻ ഒറ്റ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം പറ്റി. ഞാനിങ്ങനെ ഇത് തേടി പോവുമായിരുന്നു. എന്ത് കുറച്ച് അയണ് ലാൻഡ് കണക്കെ ഒന്ന് ഒപ്പിക്കണ്ടിട്ട് കുറച്ച് അയണൊക്കെ തപ്പിപ്പോയി. ബേക്കിൽ നിന്നൊരു ക്രീപ്പർ അങ്ങ് പൊട്ടി. അതെനിക്ക് എന്തോ ഒരു ഇതിൽ റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പോയി. അങ്ങനെ ഞാൻ ഒന്നേന്ന് പിന്നെ കിട്ടിയ കുറച്ച് കോപ്പറെല്ലാം എടുത്ത് നമ്മളൊരു ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വലിയൊരു അപകടം പറ്റി വരികയാണ് ഞാൻ. ഓക്കെ, എന്നിട്ട് എൻ്റെ നോക്ക് ബാക്കിലുള്ള ഈ ഒരു സോഡ് പോയിക്കില്ല കേട്ടോ. ഇതെൻ്റെ ചെസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭാഗ്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ കട്ടെ. ഇനി എൻ്റെ വീട് ഒന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. എങ്ങനെയുണ്ട് എന്ന് പറ. സത്യം പറയാം കേട്ടോ, നിങ്ങൾ കമൻറ്റ് എങ്ങനെയുണ്ട് വീട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതാ റൂഫെല്ലാം നല്ല മാർബിളെല്ലാം ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ വരികയാണെങ്കിൽ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ബെഡ്റൂം വരുന്നത്. നല്ല അടിപൊളിയാക്കില്ല. മൈൻക്രാഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലുള്ള സാധനമാണ്. ഇത് എന്തോ ഷെൽഫ്. ഇത് പിന്നെ ഒരു വെറുതെ ഒരു ചെസ്റ്റ്. ഇതെൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്രയാണ് ബെഡ്റൂം ഇത്. പിന്നെ ഇത് കിച്ചണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മെഗാ സ്റ്റോറേജ് സിസ്റ്റം വരുന്നുണ്ട്. ഇനി ഇതാണ് എൻ്റെ ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊട്ടാര കാഴ്ചകളെല്ലാം കാണാം. പിന്നെ ഗൈസ്, ഇവിടെ വലിയ വലിയ ഫാമും ഇതൊക്കെ വരും. പിന്നെ ഗൈസ്, ഇവിടെ വലിയ ഇതൊക്കെ വരും കേട്ടോ. ഫാക്ടറികൾ, അങ്ങനത്തെ ഓരോന്ന് ഫാക്ടറി അതെല്ലാം ഉണ്ടാവും ഇവിടെ. നിങ്ങളാരും ഭയപ്പെടേണ്ടതൊന്നുമില്ല. അപ്പോൾ നമുക്കിനി പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് നേരെ താഴേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. നിൽക്കോ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിവിടെ ഒരു കിട്ടിയെല്ലാം ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത ഈ ഒരു ബേസില്ലേ, ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ഇവിടെ നമുക്ക് ഇനിയൊന്നും വേണ്ട. ഓക്കെ, ഈ ഒരു ഫർണസിൻ്റെ എല്ലാം കാര്യം ഞാൻ മറന്നു ബേസ്. അപ്പോൾ ഇനി വേറെ ഒരു ഗോള് കൂടി ഇന്നത്തെ നമുക്കിതിലുണ്ട് കേട്ടോ ഗൈസ്. പിന്നത്തെ ആ ഒരു ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കോപ്പർ ആർമറോ അല്ലെങ്കിൽ അയൺ ആർമറോ ആയിട്ട് മാറണം. അപ്പോൾ അതിനുള്ള മൈനിങ്ങിന് പോവാം നമുക്ക്. ഓക്കെ, പിന്നെ തന്നെ നമ്മുടെ സെക്കൻഡ് ഗോൾ അതാണ്, ഫുൾ അയൺ ഓർ കോപ്പർ ആർമർ ഒപ്പിക്കുക എന്നുള്ളത്. എന്നാ ഓക്കെ, അപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വാതിലടച്ചിട്ടില്ല. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പരിപാടി തുടങ്ങാം. നേരെ മൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈനിങ് സ്ഥലം. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ വലിയ മൈനിങ് സ്ഥലമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഇത് സ്റ്റോൺ വണ്ടി കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി ഏതാ അടിപൊളിയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിക്കാൻ സമയമില്ല. ഞാൻ നോക്ക് ബാക്കിൻ്റെ ഇതെല്ലാം കിട്ടിയ മുതലാക്കണം. ഫുഡൊന്നും വെറുതെ കുക്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ ലാവ ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നെതറിലേക്ക് പോകണം. ഓക്കെ, എൻ്റെ സോഡ് പൊട്ടാനായി. ഇത് ചിലപ്പം ലാസ്റ്റിക്കിലേക്കും ഇല്ല. അവിടെ നല്ല ലാവ ഉണ്ട്. നമുക്ക് എത്രയും വേഗം നെതറിലേക്ക് പോകണം.
ഓക്കെ, ഇവിടുന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങാം. മൈൻഡ് ചെയ്ത് നമുക്ക് താഴെ വരെ എത്തണം. കുറച്ച് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിനി കോപ്പർ ഇട്ടിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ നിന്ന് കോപ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴത്ത് കുറേ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖം. കഴിഞ്ഞു, 8 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഇനി മൈൻഡ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ലക്കുണ്ട് ഗൈസ്. നമ്മുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫുള്ള് കോപ്പർ ആർമറിലോട്ട് ഇന്ന് മാറണം കേട്ടോ. ഓക്കെ, പിന്നെ കോപ്പർ ആർമർ ആകുന്നത് കൊണ്ട് നല്ല ഉപകാരമാണ്. നമുക്കിങ്ങനെ ഈ കോപ്പറിന് അയ്യാണ്ട് അത്ര അതേ പവറില്ലേ, അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, എങ്ങനെ സ്റ്റെപ്പ് മൈനിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറേ ഉണ്ടാവും. നമുക്കിവിടെ അങ്ങോട്ട് മൈൻ ചെയ്യാം. ഇവിടെയും വെള്ളമാണ്. ഇവിടെ ഇങ്ങോട്ട് മൈൻ ചെയ്യാം. ഇങ്ങോട്ട് വെള്ളമില്ല. A few moments later. ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് തരാം. ഡീപ് സ്ലൈറ്റ് എത്തി. ആൻഡ് സ്റ്റോൺ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റോ നോക്കണ്ടിട്ട് സൈഡിലോട്ടേക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യായിരുന്നു. ഒരു അത്ഭുത സംഭവം കിട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിങ്ങനെ വരുന്ന് ഇങ്ങോട്ട് കയറി മൈൻഡ് ചെയ്ത് നോക്കുന്നു. മോനെ ഡയമണ്ട് എൻ്റെ ലക്ക്. ഗൈസ്, ഭാഗ്യമുണ്ട്. അങ്ങോട്ടേക്കൊരു പക്ഷേ ഇത് പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ചാൽ കിട്ടുമോ എനിക്കറിയില്ല. പൈസ ഇവിടെ കുറച്ച് അയണുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാം. പെട്ടെന്ന് ഒരു അയൺ പിക്കാക്സ് പെട്ടെന്ന് അങ്ങ് എടുക്കാം. എൻ്റെ അച്ചീവ്മെൻ്റ് കിട്ടും. ഐസ്, എൻ്റെ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ട്. ഐസ്, ഐ ആം പ്രോ ഗൈസ്, ഐ ആം പ്രോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അങ്ങോട്ട് അടിപൊളിയാണ്. നമുക്ക് എടുക്കാം. പെട്ടെന്നൊരു ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്ത് പോയേക്കാം. അയാണ് തേടി വന്ന ഞാൻ. ഇതെടുത്തിപ്പോൾ വീട്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇതാക്കണോ? അപ്പോൾ ഡയമണ്ട് ആർമർ ആവാനാവുമോ നോക്കട്ടെ. ഇവിടെ കുറേ അയണുണ്ട്. കിട്ടുന്ന അയണം എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന മൊത്തം മൈൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇടപെടെ മൈൻ ചെയ്യാം. ഓക്കെ, 4 എല്ലാവരും ഇതും പറഞ്ഞ് തീർന്നില്ല. എന്താ എൻ്റെ മുന്നിലുള്ളതെന്ന് കണ്ട ഗൈസ്, അടുത്ത ഡയമണ്ട് ഗൈസ്. ഇന്ന് തന്നെ നമ്മൾ ഫുള്ളാവും കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ ഫുൾ അയൺ ആർമറിലോട്ടാവും. അയൺ ആർമർ, സോറി ഗൈസ്. എൻ്റെ ചാർക്കോളെല്ലാം തീർന്നോ? ഫർണസ് എവിടെ വെച്ചു? ഇന്ന് തന്നെ ഫുൾ
ഡയമണ്ട് ആർമറാണ് ഗൈസ് നമ്മൾ. സോ പൊളിച്ചാണ് ഗൈസ്, നല്ല അടിപൊളി. ഇങ്ങനെ അടുത്ത് എൻ്റെ ഡയമണ്ട് കിട്ടി. ഇതായ കാറ്റ് ഉണ്ടാവുമോ? ഇല്ല ഗൈസ്, ഇങ്ങോട്ടൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി മൈനിങ് ആണ്. 8 ഡയമണ്ട് ഉണ്ട്. ഓക്കെ, കുറച്ച് റെഡ് സ്റ്റോണും കിട്ടിയിരുന്നു. നോക്കിയോട് ഇങ്ങനെ ചെയ്യാം. ഓ ബെഡ് റോക്ക് എത്തി. ഇതിന് 4 ഈ സ്റ്റോണിൻ്റെ അതേ പവർ തന്നെയാണ് കോപ്പറിന് ഗൈസ്. അതാ ഒരു മാറ്റമുള്ളൂ തമ്മിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാനങ്ങോട്ട് മൈൻ ചെയ്യട്ടെ. ഇനി ഡയമണ്ട് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ വിക്കാപ്ഷൻ പറ്റി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ഡയമണ്ട് കിട്ടിയ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്കിന് ഇത് കുറേ ഇനി മേലോട്ടൊക്കെ ഉണ്ടാവും ഗൈസ്, വിചാരിക്കാം. അപ്പോൾ ഇന്ന് തന്നെ ഗൈസ്, കഴിഞ്ഞ ഗൈസ് ഇന്ന് തന്നെ നമുക്ക് എങ്ങനെ ഡയമണ്ട് ആർമർ മൊത്തം കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ എനിക്കൊന്ന് ഈ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, ആക്കാം. അപ്പോൾ അങ്ങനെ കുറേ ടൈം ചെയ്തു സർവീസ് അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാൻ നമ്മളെ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് എല്ലാം ഒപ്പിച്ചിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മുടെ ബ്രൂട്ടോ ഇതായിരുന്നു. വോയിസ് നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ സർവ് ആയിരുന്നല്ലോ, നല്ല ബ്രൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റി സർവ് സുഖമില്ല. അപ്പോൾ നമ്മൾ ബ്രൂട്ടോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാപ്പീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാപ്പീസ് എല്ലാം നമുക്ക് എടുക്കാം. എൻചാൻറ് ചെയ്യാനുള്ള പോയപ്പോൾ ഓക്കെ, അപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്തില്ല ഗൈസ്. ഒന്ന് മൈൻഡ് ചെയ്ത് നല്ല സെറ്റായി കിടക്കട്ടെ. A few moments later. ഗൈസ്, അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഡയമണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ പിക്കാസും പൊട്ടി 32 ഡയമണ്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ ദൂരം ഞാൻ വന്നു ഗൈസ്, കുറേ മൈൻഡ് ചെയ്തു. കുറേ നേരമായി, 1.5 മണിക്കൂറായി ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, കുറേ ദൂരം ലാപ്പിസിൻ്റെ കയ്യിലാക്കില്ല. ലാപ്പിച്ചെടുക്കാം. പിന്നെ പറപ്പിച്ചങ്ങ് പോകാൻ കഴിച്ചു. എൻ്റെ കണ്ണല്ല കടയിൽ നിന്ന് കഴിച്ചു. ഇത്ര നേരായി, കുറേ നേരമായി. ഇനി ഞാൻ മേലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഡയമണ്ട് ആർമറും ടൂൾസും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സ്റ്റോറിയിലേക്ക് പോയാൽ അത് ഇങ്ങോട്ടേക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ ആക്കാം. ഇവിടെ വേണ്ട, ഇവിടെ ഇപ്പോൾ വെക്കൊരു നമുക്കിപ്പോൾ ഇവിടെ വെക്കാൻ തൽക്കാലം. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഇൻവെൻ്ററി ഇതാ ചടപടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതായിരുന്നു. സോ ഓക്കെ, എല്ലാം ഉണ്ടാകും. ഉണ്ടാക്കാനാ പിന്നെ 2 വുഡ് വേണം. സ്റ്റിക്കിൻ്റെ അടുത്തുണ്ട് 13. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ നമുക്കെല്ലാം ഉണ്ടാക്കാം.
ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, ഓക്കെ, ഒരു സോഡ്, ഒരു പിക്കാക്സ്, ഒരാക്സ്. അല്ല കഴിഞ്ഞു, ടൈമുണ്ടായിരുന്നു. Was it guys? സായില്ല, നമ്മളിപ്പത്തെ ആർമാർ വരാം. എന്നിട്ട് സ്റ്റെഫ് ഉണ്ടാക്കാം. നമ്മളടുത്തുള്ള ഡയമണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ ഡയമണ്ട് ആർമറായി. കാലിൽ നിന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ ജമ്പർ മോൻ ഒറ്റ കില്ല് തന്നെ ആളതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡയമണ്ട് സോഡിൻ്റെ ആദ്യത്തെ കില്ല് ആ ഊള നമുക്ക് ഇടാക്കാം. ആൻഡ് ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.